ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറേ ആയി വ്ളോഗൊന്നും ചെയ്യാത്തത്. അപ്പോൾ പേഴ്സണലായിട്ട് കുറച്ച് തിരക്കായി പോയിട്ടാണ് ഈ ഒരു വ്ളോഗും ഞാൻ കുറേ നാൾ മുമ്പേ ചെയ്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും രാവിലത്തെ റൂട്ടീന് ഇങ്ങനെ തന്നെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പാത്രമെല്ലാം കഴുകി അതിന് ശേഷമാണ് കേട്ടോ അടിച്ച് വാരൽ പഠിച്ചിട്ട് നേരെ വിരിക്കലും ഇനി മാറ്റി പിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ വിരിക്കലും അങ്ങനെ വീടെല്ലാം ഒന്ന് നീറ്റാക്കി കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാം വെച്ചതിന് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ രാവിലെ തന്നെ കറി ഉണ്ടാക്കലുണ്ട്, അല്ലാത്ത ദിവസം ഇങ്ങനെ തന്നെയാണ്. രാത്രിയിലത്തെ കറി എന്തെങ്കിലും ബാക്കി വന്നാൽ രാത്രിയിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആ കറി ഉണ്ടാവും. അപ്പം പിന്നെ രാവിലെ കറി വെക്കുന്ന പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉച്ചക്ക് കുറച്ച് നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അടിച്ചു വാരൽ ഡെയിലി അടിച്ചു വാരും. പിന്നെ തുടക്കൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയല്ല തുടക്കലുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കലെല്ലാം ആഴ്ചക്ക് 2 പ്രാവശ്യം തന്നെയാണ്. പിന്നെ സിറ്റ് ഔട്ട് അടിച്ചു വാരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പല്ലി പോകുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ സീലിംഗ് ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കര പല്ലിൻ്റെ ശല്യമാണ് കേട്ടോ. സീലിങ്ങിൻ്റെ ഉള്ളിലെല്ലാം പല്ലി കയറി കൂടിയിട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിന് മുന്നേ അത് കയറി കൂടിയിട്ടുണ്ടായിന്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സീലിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള സീലിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം കയറി കൂടിയിട്ട് ഭയങ്കര പല്ലിൻ്റെ ശല്യം. പിന്നെ ഈ പല്ലി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അറിയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ സക്സസ് ആയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഉറുമ്പില്ല ചില സമയത്താണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്തെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. കൗണ്ടർ ടോപ്പിലുണ്ട് ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട്. അന്നേരം കുറേ പേര് എന്തെല്ലോ ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡും ഡെറ്റോളും അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യും, എന്നിട്ട് തുടക്കൽ തന്നെയാണ്. പക്ഷേ ഇതിനെക്കൊണ്ട് തീരെ വരാതൊന്നും ഇരിക്കില്ല. വരുന്ന സമയത്ത് കാണുമ്പോൾ ഇതുപോലെ അത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കും, അത്ര തന്നെ. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ എല്ലാം ഭയങ്കരമായിട്ട് ഉറുമ്പ് കയറും. ഇപ്പോൾ ദോശ ചുട്ട് വെച്ചാൽ കാസറോളിൽ നല്ലോണം ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ തന്നെ ഉറുമ്പ് കയറും. അപ്പോൾ ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പോകല്, അല്ലെങ്കിൽ എവിടെയും വെക്കാൻ പറ്റില്ല. ഓവനിൽ വെച്ചാലും എല്ലാം ഉറുമ്പ് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ 2 ജീവികളെ കൊണ്ടുള്ള ശല്യമാണ് മെയിനായിട്ട്, ഉറുമ്പും പല്ലിയും. കൂറ ഇല്ല, പാറ്റ, അതിനെക്കൊണ്ട് വലിയ ശല്യമില്ല, ഇവിടെ ഇല്ല. അത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെയാണ് കേട്ടോ ഈ കൂറയും പാറ്റെല്ലാം വരുന്നത്. അപ്പം ഭയങ്കര വൃത്തികേടായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൂറയും പാറ്റെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുക്കളയിലെ വേസ്റ്റെല്ലാം കളയാതെ കുറേ സമയം വെച്ചാൽ അതെല്ലാം അപ്പാടപ്പാടനെ കൊണ്ടുപോയി കളയുന്നതാണെങ്കിൽ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഞാൻ അടിച്ചു വാരി അതിന് ശേഷമാണ് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പെല്ലാം തുടക്കലും. അപ്പോൾ ഞാനങ്ങനെ കിച്ചണ് മൊത്തത്തിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് വെക്കലൊന്നുമില്ല. എന്തെങ്കിലും ആയാൽ തന്നെ അപ്പാടനെ തുടക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിച്ചണ് വൃത്തികേടായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മോൾക്ക് അന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അവൾ ബെഡ്ഷീറ്റെല്ലാം നേരെയാക്കലും ഇനി മാറ്റി വിരിക്കുന്ന ദിവസമെല്ലാം അവൾ തന്നെയാണ് വിരിക്കൽ. പിന്നെ അലക്കാനില്ല തുണിയെല്ലാം അലക്കാനിടും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ടാവും. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വൃത്തികേടൊന്നും ആക്കില്ല, ഉണ്ടാകുന്നത് അപ്പാടെ തന്നെ ക്ലീൻ ആക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വലിയ ക്ലീനിങ്ങിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ല. പാത്രമെല്ലാം കഴുകാനും ഉണ്ടാക്കിയ ഭാഗം ഒന്ന് കൗണ്ടർ ടോപ്പ് തുടക്കാനും അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് നിസ്കരിച്ച് അങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ വരുന്നത്. പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള സമയത്താണ് ഈ റൂട്ടീനിലെല്ലാം ചേഞ്ച് വരുന്നത്. അന്നേരം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും, എന്നിട്ടാണ് ഈ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. അന്നേരം നല്ലോണം ഇങ്ങനെ ഡീപ്പായിട്ട് അടിച്ചു വരാനോ ഒന്നും ടൈം കിട്ടില്ല. പക്ഷേ ഈ കൗണ്ടർ ടോപ്പും ഈ സ്റ്റൗ കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഞാനൊക്കിത് എപ്പോഴും തുടക്കണം. പിന്നെ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് കറ പിടിക്കലുണ്ടോ, ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാണോ എന്ന് വെച്ചിട്ട് എപ്പോഴും കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ തുടക്കുന്ന ആളാണെങ്കിൽ വൈറ്റ് കൗണ്ടർ ടോപ്പ് നല്ലതാണ്.
പിന്നെ ഈ സിങ്കിൻ്റെ അവിടെയെല്ലാം ഒരു കറുപ്പ് പോലെ ഇനി എപ്പോഴും തുടക്കുന്നതും കഴുകുന്നതും ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സിങ്കിൻ്റെ അടുത്ത് നിന്ന് കഴുകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് എല്ലാം വരും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വരലുണ്ട് അങ്ങനെ. ഞാൻ ഡെയിലി തുടക്കലുണ്ട്, എന്നാലും ആ സിങ്കിൻ്റെ അവിടെയെല്ലാം ഒരു ചെറിയൊരു കളർ ചേഞ്ച് പോലെയെല്ലാം വരും. പിന്നെ എവിടെയും കറയൊന്നും പിടിച്ചിട്ടില്ല, അത് അന്നേരം തന്നെ തുടക്കുന്നതുകൊണ്ടാണ് കറ പിടിക്കാത്തത്. ഇപ്പോൾ രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഫുഡ് ആവാൻ വേണ്ടി നല്ല ലേറ്റാവും. പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കുന്നത് മസാല ഷവായ ചിക്കനും കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ആ ഒരു ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ യെല്ലോ റൈസും. ഇതുപോലെ റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രിയിലത്തേക്ക് അടക്കമായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. ഉച്ചക്കത്ത് മാത്രമായിട്ട് ഉണ്ടാക്കില്ല. സാധാ ചോറും കറിയല്ലാന്നെങ്കിൽ ഉച്ചക്കേക്ക് മാത്രം തന്നെ ഉണ്ടാക്കൽ. ഇതിപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 8 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ മല്ലിയും ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്, കുതിരാൻ വെച്ചിട്ടുണ്ടായിന്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലിയെല്ലാം നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചാൽ മതി, എന്നിട്ട് പൊടിക്കാൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ മന്തിയിലെല്ലാം മുഴുവൻ മന്തി പൊടിച്ചിട്ട് അന്നേരം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മല്ലി അങ്ങനെ മാറ്റി വെച്ചാൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ എടുക്കാം. മല്ലി മുളക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിൽ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്തിന്. അതിൻ്റെ കൂടെ ഒരു കൈപ്പിടി മല്ലിയില, ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു വലിയ ബൾബ് വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് ഇഞ്ചിൻ്റെ പീസ് ചെറിയ കഷ്ണങ്ങളാക്കിയതും, ഒരു സവാള 4ആയിട്ട് പീസാക്കിയത്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 15-20 ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിന്. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 വലിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. പക്ഷേ മന്തി ഇതുപോലത്തെ റൈസിലെല്ലാം മുഴുവൻ മല്ലി അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2 വെല്ലുള്ളി ചേർത്തോന്ന് പറഞ്ഞിന്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു വെല്ലുള്ളിയും ഒരു 15 ചെറിയ ഉള്ളിയാണ് ചേർത്തത്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ഉണ്ടാവും. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെല്ലുള്ളി ചേർക്കും. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ വേണം. അപ്പോൾ നേരത്തെ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരയണ്ട, ചെറുതായിട്ട് തരി പോലെ അരച്ച് എടുത്താലും മതി. അതിലേക്ക് ചെറുനാരങ്ങ, ഒരു ഫുള്ള് ചെറുനാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ ചിക്കനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്യാം. അങ്ങനെയാണ് പൊതുവെ മസാല ഷവായ ചിക്കൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ 4 പീസായിട്ട് എടുത്തത്. ഞാനിപ്പോൾ 4 ലെഗ് പീസാണ് എടുത്തത്. അപ്പോൾ ഇത് 1 കിലോയിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, 1/200 ആ ഒരു ചിക്കൻ്റെ അളവ് തന്നെയാണ്. അപ്പോൾ ഇനി ചെറിയ പീസായിട്ടാണ് ചിക്കൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരുപാട് ചെറിയ പീസാക്കണ്ട. അധികം മസാല ഷവായക്ക് ഫുൾ ചിക്കനല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ലെഗ് പീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് 4 ലെഗ് പീസാണ് എടുത്തത്. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാർട്ടിയിലെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെങ്ങനെയാണ് മസാല ഷവായ ചിക്കൻ കുറച്ച് നല്ല തിക്ക് ഗ്രേവിയോട് കൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കുക, കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുക. മസാലയെല്ലാം ചിക്കനിൽ നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ കുത്തി കൊടുക്കുക ചെയ്യുക കേട്ടോ, എന്നാലാണ് മസാലയെല്ലാം ശരിക്ക് ചിക്കൻ്റെ പിടിക്കൽ. ഇനി ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ മസാല ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ അന്ന് ചിക്കൻ കൊണ്ടുതരാൻ ലേറ്റായിന്, അതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ ഈ ഒരു മസാലയെല്ലാം ഉണ്ടാക്കി വെച്ചാൽ, അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എന്നുവെച്ചാൽ കട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ, എല്ലാം ഒന്ന് അരച്ചിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുകയല്ലേ വേണ്ടു. അപ്പോൾ ചിക്കന് രാവിലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി അന്നാട് ഉണ്ടാക്കിയാലും ടേസ്റ്റെല്ലാം ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഈ മാരിനേറ്റ് പറയുമ്പോൾ ഞാൻ മാരിനേറ്റ് തന്നെ പറയുന്നത്, മാരിനേറ്റ് MARINATE. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കേൾക്കുമ്പോൾ കുറേ പേര് പറയും മാഗ്നറ്റ് അല്ല മാഗ്നറ്റ്. നിങ്ങൾ ചിലപ്പോൾ അത് അപ്ലോഡായിട്ട് വരുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ, മാരിനേറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ റൈസ് 1 കിലോ റൈസാണ് എടുത്തതിന്. ഇതൊരു 5 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്.
ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഞായറാഴ്ചയാണ്, സൺഡേ ആണ്, അന്ന് സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് ഈ ഒരു വ്ളോഗ് ഞാൻ കുറച്ച് നാൾ മുമ്പേ ചെയ്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനും ടൈമില്ലാത്തതുകൊണ്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ പൊതുവേ ഞാൻ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കല്. ഞായറാഴ്ച എവിടെയും പോകുന്നില്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് തന്നെ ഉണ്ടാക്കൽ. ചിലപ്പോൾ കല്യാണമോ അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് രാവിലെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ കല്യാണത്തിന് എന്തായാലും ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ സൺഡേ എവിടെയെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിലും ഞാൻ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ. ഹെവി ആയിട്ട് കഴിച്ചാൽ പുറത്ത് പോയാൽ എന്തായാലും എന്തെങ്കിലും ആയിട്ട് കഴിക്കും. അപ്പം പിന്നെ ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അന്ന് എവിടെയും പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ അന്ന് ഉണ്ടാക്കിയതാണ് സ്പെഷ്യലായിട്ട്. രാവിലെ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തതിന്, 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പു, 2 ഇഞ്ച് പീസുള്ള പട്ട, 1 ടീസ്പൂണ് മുഴുവൻ കുരുമുളകും, 1 ടീസ്പൂണ് വഴനയില, 2 വഴനയില, 1 ഡ്രൈ ലെമൺ, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂൺ തന്നെ മല്ലി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ റൈസിൽ ഇതുപോലെ മല്ലി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ റൈസിന്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 പച്ചമുളക്, 1 സവാള വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും. പിന്നെ ആദ്യം ചേർത്ത സ്പൈസസ് എല്ലാം ഒന്ന് എണ്ണയിൽ ഒരു 2 മിനിറ്റ് മൂത്ത് നല്ലൊരു മണം വരും, നല്ലൊരു ഫ്ലേവർ വരുമ്പോഴാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ കീറാതെ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ റൈസിന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കീറിയിട്ട് ചേർക്കുന്നതാണെങ്കിൽ അതിൻ്റെ എരിവെല്ലാം ഇറങ്ങിയിട്ട് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ, ടേസ്റ്റേ മാറിപ്പോവും. ഇനി ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നാൽ, ഒരുപാട് വഴറ്റൊന്നും വേണ്ട. അപ്പോൾ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ആവാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് പൗഡേഴ്സായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മന്തി മസാലയാണ്. അപ്പോൾ അതിൽ തന്നെ യെല്ലോ കളർ ഉണ്ട്, അതുകൊണ്ട് വേറെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് അങ്ങനെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് തന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാ ബസ്മതി റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അരി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടാണ് ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതിലേക്ക് മാഗീൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിന്, പിന്നെ അതത്ര നല്ലതല്ലല്ലോ, അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്നും ചേർക്കില്ല. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ മാഗീൻ്റെ ക്യൂബ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അരി നല്ലോണം ചൂടായിട്ടല്ല ഉണ്ടാവില്ലേ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. സാധാരണ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അരി വെന്ത് വരും. പിന്നെ ഞാനിതിലേക്ക് മാഗി ക്യൂബ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കണ്ടെന്ന് വിചാരിച്ചത്, കുറച്ച് ദിവസം മുമ്പേ ചെയ്ത വീഡിയോ അല്ല, അപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ചേർക്കാതെയും ഉണ്ടാക്കലുണ്ട്, ചേർത്തിട്ടും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു പാർട്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനെല്ലാം കാണിക്കുന്നത് കൊണ്ട് തന്നെ ചേർക്കുന്നതാണ്. അപ്പം ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും റൈസിന് കിട്ടും. പിന്നെ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടാവും, ആ ഒരു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് റൈസ് മൊത്തത്തിൽ ഒന്ന് തിളച്ച് വന്നാൽ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കുക്ക് ചെയ്താൽ റൈസ് റെഡിയായി. അപ്പോൾ ഈ റൈസും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മസാല ഷവായിൻ്റെ ചിക്കൻ ഞാനങ്ങനെ വേവിച്ചത് നേരത്തെ പറഞ്ഞിട്ടില്ല. ഞാൻ കുക്കറിലാണ് വേവിച്ചത്. 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വിസിലെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ്. ഇനി നിങ്ങൾക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്, അങ്ങനെയും ചെയ്യാം. ഒരു 190 ഡിഗ്രി സെൽഷ്യസിൽ 55 to 60 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഇനി കുക്കറില്ലാത്തവരാണെങ്കിൽ പാനിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ച് നല്ല തിക്ക് ഗ്രേവിയോട് കൂടെ കിട്ടും. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ലായിട്ട് കിട്ടാൻ കുറച്ച് ബട്ടറോ ഓയിലോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ കുക്കറിൽ നല്ല തിക്ക് ഗ്രേവി ഉണ്ട്. ഇതുപോലെ പാനിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കി ഗ്രേവി അതിലേക്ക് ഒഴിക്കലാണ്. എന്നിട്ട് എക്സ്ട്രാ വന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ റെഡിയായി. എന്നാൽ കുറച്ച് തിക്ക് ഗ്രേവിയോടുകൂടെ മസാല ഷവായ ചിക്കന് കിട്ടും. ഇതിപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ റൈസ് റെഡിയാവും. ഞാനിതിൻ്റെ വോയിസ് 2 ദിവസമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇപ്പം വന്ന വോയിസിലെല്ലാം നല്ല മാറ്റം ഉണ്ടാവും. നല്ല തൊണ്ടവേദനയും ചുമയും പിറ്റേന്ന് എനിക്ക് പിടിച്ചിന്. അപ്പോൾ അതുകൊണ്ടാണ് വോയിസിൽ ചെറിയ മാറ്റമെല്ലാം വന്നിന്. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ കുറച്ച് സാഫ്രോൺ പാലിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി.
ചിക്കൻ ഇപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഗ്രേവി അതിലേക്ക് ഒഴിച്ചിട്ട് അതിലിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ ഒരു വെള്ളം പോലെ വന്നതെല്ലാം ഒന്ന് വെറ്റിച്ച് ഒരു തിക്ക് ഗ്രേവി പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവി ഞാൻ ഒരു പാനിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ കുക്കറിൽ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഗ്രേവി കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ റൈസ് തന്നെ വേണമെന്നില്ല, എനിക്ക് കുബൂസ് പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് റൈസ് ആക്കിയതാണ്. റൈസ് ഞാൻ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായി. നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടണം കേട്ടോ. തിക്കായിട്ട് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ആക്കിയ ചിക്കൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൊറോട്ടൻ്റെ കൂടെ കുബൂസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പാർട്ടി സ്പെഷ്യലായിട്ട് കുറച്ച് വെറൈറ്റിയിൽ എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. മസാലയൊന്നും വഴറ്റി സമയം കളയാതെ പാർട്ടിയിലെല്ലാം ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലത്. ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്ന ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനും പറ്റും. പിന്നെ എപ്പോഴും കാണുന്ന ഫ്രൈ ചെയ്ത ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് മല്ലിയിലയിൽ ഇട്ടിട്ട് ഇങ്ങനെ സെർവ് ചെയ്താൽ കാണാൻ കുറച്ച് വെറൈറ്റി ആണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ എല്ലാവരും കൂടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലാന്ന്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മയണൈസും ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഈ റൈസ് ഫ്രൈ ചെയ്ത ചിക്കനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഗ്രേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 4 ആളും അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കലാണ്. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കില്ല. എല്ലാവർക്കും വീഡിയോയിൽ വരാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ മസാല ഷവായ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം ലോങ് വീഡിയോ ആയിട്ട് ചെയ്തുകൂടെയെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഒന്നിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് മാങ്ങയും ബ്രെഡും ക്രീമെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിലൊരു പുഡിങ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ മാങ്ങയാണ് എടുത്തത്. ചെറിയ പീസായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിന് കുറച്ച് മാംഗോൻ്റെ പീസ് മാറ്റി വെക്കുക. ബാക്കി ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മധുരം നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ മാംഗോ പൾപ്പിൽ നിന്ന് പകുതി മാത്രം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് സ്റ്റിഫായിട്ടൊന്നും എടുക്കണ്ട, കേക്കിനെല്ലാം ചെയ്യുന്നത് പോലെ. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പകുതി മാംഗോ പൾപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെച്ചാൽ മാംഗോ ക്രീം റെഡിയായി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മാംഗോ എസൻസും കൂടെ ചേർത്താൽ നല്ലൊരു മാംഗോൻ്റെ മണം ഫ്ലേവറും എല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നും നിർബന്ധമില്ല, കാര്യമില്ല. മാംഗോ പൾപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവർ തന്നെ ഈ ഒരു ക്രീമിലുണ്ടാവും. അപ്പോൾ പുഡിങ്ങിന് വേണ്ട മാംഗോ ക്രീമും റെഡിയായി. ഇനി പുഡിങ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച മാംഗോൻ്റെ പീസസും എടുത്തു വെക്കുക. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ മാത്രം ഇതുപോലെ മാംഗോ പീസസ് പുഡിങ്ങിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രം എടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുക്കുക. സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ആദ്യം മിക്സാക്കി വെച്ച ആ ഒരു മാംഗോ പൾപ്പും പാലും ഇല്ല ആ മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുക. അപ്പം ബ്രെഡ് മൊത്തത്തിൽ മാംഗോൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇനി പീസാക്കി വെച്ച മാംഗോൻ്റെ പീസസ് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ വെച്ചു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് ഇട്ട സമയത്ത് തന്നെ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ മാംഗോ പീസസിൻ്റെ കൂടെ കാഷ്യൂ, ബദാം, പിസ്ത, നട്ട്സാണ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നട്ട്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് പകരം ബദാമും കോൺഫ്ലെക്സും കൂടെ മിക്സായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ഹണി ഫ്ലേവറിൽ വരുന്ന കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ അതാ ചേർത്ത് കൊടുത്തിന്. അപ്പോൾ കോൺഫ്ലെക്സ് എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് തന്നെ ചേർത്ത്. ഇതിലിപ്പം നട്ട്സും ഉണ്ട് ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ കൂടെ, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. നട്ട്സ് എന്തായാലും കുറച്ച് ചേർക്കണം കേട്ടോ, എന്നാലാണ് പുഡിങ്ങിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മാംഗോൻ്റെ ക്രീം തേർഡ് ലെയറായിട്ട് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നിങ്ങളുടെ പുഡിങ്ങിൻ്റെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഈ ഒരു പാത്രത്തിന് കണക്കായിട്ടാണ് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തത്. അപ്പോൾ മൊത്തത്തിലൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഇതുപോലെ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിൽ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം മുതൽ കുറച്ച് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായി
ഉണ്ടായിന്, എവിടെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് വ്ളോഗ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വീഡിയോ എടുക്കാനെല്ലാം ടൈം കിട്ടും, എടുത്ത വീഡിയോസ് തന്നെ ഉണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ടൈമേ കിട്ടാറില്ല. ഇപ്പോൾ ഒന്നാമത് കുറച്ച് എന്തെല്ലോ പേഴ്സണലായിട്ട് തിരക്കായി പോയതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നെല്ലാം വിചാരിക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ നീണ്ട് പോകുന്നതാണ്, അതിനിടയ്ക്ക് സുഖമില്ലാതായി, അപ്പോൾ അങ്ങനെയെല്ലാം നീണ്ടു പോകുന്നത്. ഇൻഷാ അല്ലാ എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റും ചെയ്യണം. ഒരുപാട് നല്ല കമൻറ്റ്സ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെ ആ നല്ല കമൻറ്റ്സ് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇടാൻ തോന്നുന്നത്. പിന്നെ കോൺഫ്ലെക്സ് ചേർക്കുമ്പോൾ പ്ലെയിൻ കോൺഫ്ലെക്സ് ആണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. ഇതിപ്പോൾ ആൽമണ്ടും ഹണിയും കൂടെ വരുന്ന ആ ഒരു ഹണീൻ്റെ ഫ്ലേവറുള്ള കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ചെറിയ മധുരമുള്ള കോൺഫ്ലെക്സ് ആണ്, ഇതിലേക്ക് വേറെ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ഈ ഒരു കോൺഫ്ലെക്സ് കഴിക്കുമ്പോൾ. അപ്പോൾ അതാണ് പുഡിങ്ങിന് ചേർത്ത് കൊടുത്തിന്. പ്ലെയിൻ ആണെങ്കിൽ ആ ഒരു മധുരമില്ലാത്തൊരു കോൺഫ്ലെക്സ് കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവില്ലേ. പിന്നെ പുഡിങ് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരത്തോടു കൂടെ കഴിക്കുമ്പോൾ അല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഓവർ മധുരം ആവാനും പാടില്ല, എന്നാലും തീരെ മധുരം കുറയാനും പാടില്ല, ആ ഒരു രീതിയിൽ കഴിക്കാനല്ല ടേസ്റ്റ്. അപ്പോൾ മധുരമില്ലാത്ത കോൺഫ്ലെക്സ് ചേർക്കുമ്പം ആ ഒരു മധുരമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഹണീൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്ന കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നട്ട്സോ കോൺഫ്ലെക്സോ ഒന്നും ഇല്ലെങ്കിൽ മാംഗോ പീസസ് മാത്രം കടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ മാംഗോ പൾപ്പിൽ നിന്ന് കുറച്ച് മാംഗോ പൾപ്പ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി മൊത്തത്തിൽ മാംഗോ പൾപ്പ് മുകളിൽ ലെയറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക, ബാക്കിയുണ്ടെങ്കിൽ. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക, പുളിയില്ല മാങ്ങ വെച്ചിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചെറിയ മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വിപ്പിംഗ് ക്രീമിലും അതുപോലെ തന്നെ. അപ്പം മധുരം കുറവാണെങ്കിൽ വിപ്പിംഗ് ക്രീമിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡെക്കറേഷനെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഞാനിപ്പോൾ കോർണേഴ്സിൽ കുറച്ച് റോസ് പെറ്റൽസ് വെച്ച് കൊടുത്തിന്. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കുക. നല്ല പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും, ബ്രെഡ് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് തണുക്കാനൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും പാർട്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എൻ്റെ വീഡിയോസിൽ അധികവും ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറേ റെസിപ്പീസെല്ലാം വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയാലും, കുറേ പേര് ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഷോർട്ട് വീഡിയോ ആയാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്കും വീഡിയോ ഇടാനും എടുക്കാനും എല്ലാം തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പീസ് വ്ളോഗ്സുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.